അനിൽ നമ്പ്യാറിലേക്ക് പോവുകയാണ്. അനിൽ, ഇപ്പോഴും അവിടെ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ടോ? കാരണം നമ്മുടെ റിപ്പോർട്ടർമാർ സംസാരിക്കുമ്പോൾ എല്ലാം കൂടെ ചൂടിക്കൊണ്ടാണ് അവർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇനിയും മഴ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി അവിടുത്തെ അവസ്ഥ എന്താണ്? രക്ഷാപ്രവർത്തനത്തെ പോലും ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? മറ്റു വിശദാംശങ്ങൾ കൂടി. ദേവിക, മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ മുണ്ടക്കയിൽ നിന്ന് നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് പോയവരൊക്കെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം മഴ കനത്തിരിക്കുന്നു, മാത്രമല്ല കാലാവസ്ഥ പ്രതികൂലമാണ്. ഇനി ഇപ്പോൾ കറുത്തു തുടങ്ങിയിരിക്കുന്നു മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇന്നത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് അവർ മടങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. മുണ്ടക്കയിലാണ് ഇനി പ്രധാനമായും ഈ തെരച്ചിൽ നടത്തേണ്ടത്. നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല, സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ വളരെ സജീവമായി അവിടെ തുടരുകയാണ്. ഇന്നത്തെ തിരച്ചിലിൽ പങ്കെടുത്ത സേവാഭാരതിയുടെ 3 പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ട്. അവരോട് തന്നെ ഒന്ന് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. ദേവിക, പ്ലീസ്. ഇന്ന് മുണ്ടക്കയിലായിരുന്നോ നിങ്ങൾ ഉണ്ടായിരുന്നത്? മുണ്ടക്കൈ അവിടെ പോയിട്ട് വരിക. ഞങ്ങൾ ഇന്ന് രാവിലെ മുതലേ ഞങ്ങൾ അവിടെ ഉണ്ട്. അവിടെ നമുക്കായിട്ട് കാര്യമായിട്ട് ചെയ്യാനുള്ള അവസ്ഥയിലല്ല. അവിടെ ഒരു പ്രദേശം തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറയുന്ന മരണസംഖ്യ ആകുമെന്ന് തോന്നുന്നില്ല. കൂടാനാണ് സാധ്യത. ഈ ഒരു 100-500 മുകളിലേക്ക് പോകുന്നതാണ് നമ്മളേക്ക് ഒരു കാൽക്കുലേഷൻ വരുന്നത്. പിന്നെ എല്ലാം വലിയ വലിയ പാറകൾ പോകുന്നതിനെ കൊണ്ട് നമുക്ക് എത്രത്തോളം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള പറയാൻ പറ്റില്ല. അവിടെ നിന്ന് കുറേ ആൾക്കാർ മാറ്റി താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി കുറച്ച് ആദിവാസി കോളനി ഉണ്ട് ഏറ്റവും മുകളിൽ. അതാണ് ഏറ്റവും മുകളിൽ കിടക്കുന്നത്. അതുപോലെ 50 വീടുകളോളം ഉണ്ട്. അത് അവർ മാറ്റിയിരുന്നു. അതിന് ശേഷമാണ് ബാക്കിയുള്ള വീടുകൾക്കാണ് ഇപ്പം കുറച്ച് ആൾക്കാർ മാറി. അതിൻ്റെ അകത്തുള്ള ആൾക്കാരും കുറച്ച് ആൾക്കാർ ഇപ്പോൾ പോയിട്ടുണ്ടെന്നാണ് ശരിക്കുള്ളൊരു അറിവ്. പിന്നെ താഴത്താണ് മെയിനായിട്ട് ആൾക്കാർ പോയിരിക്കുന്നത്. അല്ല, ആ മുണ്ടക്കൈ മേഖലയിൽ ഈ മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അവിടെ ഒരു 10-60%. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില വീടുകളിലെ ആൾക്കാർ മാറിയിട്ടുണ്ട്, ഓൾറെഡി മാറിയിട്ടുണ്ട്. പിന്നെ മാറാത്ത കുറച്ച് വീടുകളിലുള്ള ആൾക്കാരാണ് ഇപ്പം പറ്റിയതെന്ന് പറയുന്നത്. അവിടെ നിന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2-3 ആൾക്കാരെ പരിചയപ്പെട്ടു ഇവിടെ വസിക്കുന്നത്. വെച്ചാൽ അവരെ അമ്മായിയപ്പനും പിന്നെ അളിയനും എല്ലാം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അവർ വൈകുന്നേരം വരെ ചർച്ച ചെയ്തിട്ട് അവരങ്ങോട്ട് പോയതാണ്. അവരിപ്പം മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ വീടൊക്കെ കംപ്ലീറ്റ് പോയതാണ്. അതിൻ്റെ തൊട്ടിപ്പോൾ മുന്നത്തെ വീടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ വെച്ചാൽ ഈ വീടിൽ നിന്ന് ഇവരിങ്ങോട്ട് മാറുന്നെടുക്കുന്നതാണ് മിസ്സിങ് വന്നതെന്ന്. വീട് അവിടെ നിന്നുള്ള ഒച്ച കേട്ടിട്ട് മാറുന്നപ്പോഴത്തേക്ക് ഇത് വന്നു കംപ്ലീറ്റ് തീർന്നു. മൂന്നാമത്തേതാണ് 4 മണിക്കുണ്ടായതാണ് ഏറ്റവും ഭീകരമായിട്ടുണ്ടായ. ആദ്യത്തേത് വലിയ പ്രശ്നമല്ലായിരുന്നു. അതിൽ ഇവരൊക്കെ മാറാനുള്ള സാഹചര്യം വരുന്നപ്പോഴത്തേക്ക് പിന്നെ അടുത്ത വന്നു. അതിൻ്റെ മൂന്നാമത് വന്നത് നല്ല ഇതായിപ്പോയി. അതിലാണ് കുറേ ആൾക്കാരങ്ങൾ പോയത്. മുണ്ടക്കൈ അക്ഷരാർത്ഥത്തിൽ ഒരു മൺകൂനിയായിട്ട് മാറിയിരിക്കുന്നു അല്ലേ? മാറിയിട്ടുണ്ട്. അതിന് മരണസംഖ്യ ഇനി ലാസ്റ്റ് പിടുത്തം കിട്ടും. ഗവൺമെൻറ്റിന് വരെ പിടുത്തം കിട്ടില്ല. എന്താ വെച്ചാൽ ഇവിടെ പുറമേയുള്ള ഒരുപാട് പണിക്കാരുള്ളൊരു മേഖലയാണ്. കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ആദ്യ ലെവൽ ഇവിടെ പുറത്തുള്ള ഒരുപാട് പണിക്കാർ വന്നിട്ടുണ്ട്. ബംഗാളികളായിട്ടും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന കുറേ ഇപ്പോഴത്തെ തേയിലത്തോട്ടത്തിലൊക്കെ പുറത്തുള്ള പണിക്കാരുള്ളത്. അവരൊന്നും കണക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റായിട്ട് നമുക്കിവിടെ വന്നിട്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. അത് മൂപ്പര് പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഇറ്റാച്ചി JCB അത് വെച്ചിട്ട് വലിയ വലിയ പാറകളും ഇതൊക്കെ മാറ്റി അതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് തന്നെ വളരെ ദുർഘടം പിടിച്ച രീതിയാണ് രക്ഷാപ്രവർത്തനം. പോരാത്ത ഇങ്ങനെ മഴയും പെയ്യുന്നതിനെ കൊണ്ട് വളരെ ദയനീയ അവസ്ഥയാണ്. ചവിട്ടി നിൽക്കാൻ ഒരു പ്രതലം പോലും ഇല്ല അല്ലേ? അങ്ങനെയാണ്. അത് ചവിട്ടി വെച്ചാൽ കാല് പോവും. എന്തെങ്കിലും മരം എടുത്തിട്ടിട്ട് വേണം ഞങ്ങൾ ചവിട്ടി നിൽക്കണമെങ്കിൽ. അങ്ങനെ നിന്നിട്ട് വേണം മുന്നോട്ട് പ്രവർത്തിക്കണമെങ്കിൽ. അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു കാലെടുത്ത് നമ്മൾ അതിലേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് തന്നെ അപകടം പറ്റിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് അപ്പം അങ്ങനെ ഇതിലേക്ക് കൊണ്ടുപോയതൊരു രക്ഷാപ്രവർത്തനം. അങ്ങനെ അറിയാതെ നമ്മൾ ചവിട്ടുന്നത് ചിലപ്പോൾ നമ്മളെ അറിയോളോ അല്ലെ അതിന് മേലോട്ട് താഴോട്ട് പൂണ്ടുപോകാനാണ്. മണ്ണ് വന്നടിച്ചിട്ട് മണ്ണ് വന്നടിച്ചിട്ട് അതിലേക്ക് താന്നു പോകാനുള്ള അവസ്ഥയാണ്. ഇറ്റാച്ചി JCB അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് അതിലൂടെ അതിൻ്റെ സൈഡിൽ നിന്നും കൊണ്ട് അവരെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാന്നുള്ളത്. അതിൽ കൂടുതലൊന്നും നമുക്കായിട്ടൊന്നും പ്രത്യേകമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ ആയുധം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയാണ് മോൾ. ഇപ്പം എന്തായാലും ബെയിലി പാലം നിർമ്മാണം എനിക്ക് തോന്നുന്നു രാത്രിയോടുകൂടി പൂർത്തിയാവുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ കുറേ കൂടി സംവിധാനങ്ങൾ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാലും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാനൊന്നുമില്ല. അവിടെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് എത്ര ആൾ എന്തൊക്കെ വാഹനം പോയാലും ഈ JCB ഇറ്റാച്ചി പോലത്തെ സാധനങ്ങൾ പോയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഓടിട്ട വീടിൻ്റെ വലിപ്പത്തിലുള്ള പാറകളാണ് വന്ന് കിടക്കുന്നത്.
അതിനെ നമ്മളെ പോലത്തെ ഒരു 50 ആൾ വിചാരിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊന്ന് മാറ്റണമെങ്കിൽ വലിയ JCB പോലത്തെ സാധനങ്ങൾ, ഹിറ്റാച്ചി പോലത്തെ സാധനങ്ങൾ വന്നിട്ടൊന്ന് ഗവൺമെന്റ് അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ മാറ്റി. ഇനിയിപ്പോൾ അവിടെ ആൾക്കാർ വൃത്തിയായിട്ടില്ല. അവർ 4 വീടുകൾ മാത്രമേ ഇനി അവിടെ നിന്ന് ഇനിയിപ്പോൾ പെട്ടെന്നൊരു ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ ഇതുകൊണ്ട് അവിടെ പോയി ക്ലീൻ ചെയ്യുക അങ്ങനത്തെ ഇതിനു വേണ്ടി മാത്രമേ പറ്റൂ. പക്ഷേ എങ്കിലും നേരത്തെ നോക്കും മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. തല കിട്ടുന്നു, കൈ കിട്ടുന്നു, കാല് കിട്ടുന്നു. ആ രീതിയിൽ ഛിന്ന ഭിന്നമായ രീതിയിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ? അത് പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു കാലും ഇത് 2-3 അവയവങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ JCB ഇതിൻ്റെ മുകളിൽ കയറി കളിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി ഒന്നും പറയാൻ പറ്റില്ല. ഇനി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരാവസ്ഥയിൽ തന്നെയാണ്. ഇനി ഇതുകൊണ്ട് വലിയ കാര്യമുണ്ട് തോന്നുന്നില്ല. ഇത്രയും പൊതുവിൽ എങ്ങനെയുണ്ട് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ? ഇതിനകം നിങ്ങളുടെ ഒരു അധ്വാനത്തിൽ എത്ര മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചു? സേവാഭാരതി ഇവിടെ വളരെ സജീവമാണ്. എല്ലാ തുറന്ന മേഖലകളിലും സേവാഭാരതി ഇടപെടുന്ന പോലെ തന്നെ ഇവിടെ ഇടപെട്ടിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഡയറക്റ്റ് മൃതദേഹം കാണുന്നതിനപ്പുറം ഇവിടെ ഹിറ്റാച്ചിയും JCB വെച്ച് മണ്ണ് മറിച്ചിടുമ്പോൾ മാത്രമാണ് പല മൃതദേഹം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മനുഷ്യന് ഡയറക്റ്റ് ഇടപെട്ടിട്ടൊരു മൃതദേഹം അതിൽ നിന്ന് കണ്ടെടുക്കാൻ പാടാണ്. കാരണം പാറയ്ക്കടിയിലും വലിയ മൺകൂനകൾക്കടിയിലുമാണ് മൃതദേഹങ്ങളുള്ളത്. ഇപ്പം ഏറ്റവും മുകളിൽ ഞങ്ങളിപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് വരുന്നവരാണ്. അവിടെ കോൺക്രീറ്റിൻ്റെ അടിയിലും പാറകൾക്കിടയിലും മൃതദേഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയൊരു മെജോറിറ്റി നമ്പേഴ്സ് ഒലിച്ചുപോയി എന്ന് പറയുന്നു. എന്നാലും അതിൻ്റെ അടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ വലിയ മെഷീൻസ് വെച്ചിട്ട് തന്നെ അത് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിലവിൽ പൂർണ്ണമായും തകർന്ന കുറേ വീടുകളും ഭാഗികമായി തകർന്ന വീടുകളും പിന്നെ കുറച്ച് മുകളിലേക്ക് തകരാത്ത വീടുകളും ഉണ്ട്. പക്ഷേ ജനവാസം സാധ്യമല്ലാത്ത രീതിയിലേക്ക് ഭൂമി പൂർണ്ണമായിട്ടും മാറി. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ ദേവിക, ഇപ്പോൾ ഇതാ മുണ്ടക്കൈയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ചൂരമലയിൽ എത്തിയ സേവാഭാരതിയുടെ കുറച്ച് പ്രവർത്തകർ കൂടിയുണ്ട്. അവരോട് കൂടി ചോദിക്കാം. എങ്ങനെയുണ്ട് മുണ്ടക്കൈയിലുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനവും? വളരെ ഒരു അവസ്ഥയാണ്. കാരണം ഒരുപാട് കുടുംബങ്ങളും പോയി. അതുപോലെ തന്നെ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ ഒരു ആയുഷ്കാലം മുഴുവൻ ഉണ്ടാക്കിയ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത്. മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ഇന്നിപ്പോൾ ഒരു 3 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. 2 സ്ത്രീകളെ ഒരു പുരുഷൻ്റെ ഇരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് രാവിലെ ഒരാൾ, പിന്നെ പള്ളിയിലും, പിന്നെ മുകളിൽ മുഴുവൻ തപ്പിയെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ മാക്സിമം എല്ലാ ഏരിയയിലും നോക്കി. പിന്നെ മഴ അധികമായപ്പം സൈന്യം ഞങ്ങളോട് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങണം, ഇനിയും ചിലപ്പോൾ ഇടിയാനുള്ള സാധ്യത ഉണ്ടെന്ന്. ആണോ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മഴ ഒരുപാടായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് മുകളിലുള്ള അവസ്ഥ? മേലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ഡേഞ്ചറുള്ള അവസ്ഥയാണ് മൊത്തത്തിൽ. എന്ന് വെച്ചാൽ പിന്നെ അവിടെ ഞങ്ങൾ ഓരോ കാര്യം ഇത് ഓരോരോ വണ്ടികൾ അങ്ങോട്ട് എടുത്ത് മാറ്റലും ഓരോരോ സംഗതി പിന്നെ അവിടെ ഓരോന്ന് എടുത്ത് മാറ്റാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഇറ്റാച്ചിയും കാര്യങ്ങളൊക്കെ അവിടെ എത്തിപ്പെട്ടോണ്ട് വേഗം എല്ലാം റെഡിയായി. പക്ഷെ കുറേ പേരൊന്നും കാണുന്നില്ല. അത് പിന്നെ എന്താ പറയുക, ഭയങ്കര സങ്കടത്തിലാണ് ഓരോരുത്തരും അവിടെ നിൽക്കുന്നത്. ഭയങ്കര സങ്കടം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ ഇനിയിപ്പം നാളെയും തെരച്ചിൽ തുടരും? ഞങ്ങൾ വരും. നാളെ ഞങ്ങൾ ഇതേപോലെ സേവാഭാരതിൻ്റെ എല്ലാ ആൾക്കാരും കൂടി ഞങ്ങളിവിടെ തീർച്ചയായും ഞങ്ങൾ വരും. ഓക്കെ, ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തും. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളാണ്. മാധവഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാൻ, മാധവഗാഡ്ഗിൽ റിപ്പോർട്ട് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കുകയാണ്. ഇനിയില്ലെങ്കിൽ നമ്മുടെ തലമുറയെങ്കിലും ഇത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു നാശത്തിൻ്റെ വക്കിലാണ് പോകുന്നത്. കാരണം വളരെ ദയനീയമാണ്. വേനയ്ക്ക് ചെന്ന് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഉള്ളു പൊട്ടിപ്പോണ വേദന തോന്നും. അത്രയ്ക്കും വിഷമം തോന്നും. അവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് കാണാനായിട്ടൊന്നുമില്ല. അവിടെ ഒരു പരിധി വരെ കംപ്ലീറ്റ് നാമാവശേഷമായി എന്ന് പറയുന്നതാണ് സത്യം. അത്രയ്ക്കും ദയനീയമാണ് മേലോട്ടുള്ള അവസ്ഥ. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയും നമുക്ക് ഭയങ്കര ദയനീയമാണ്. അപ്പോൾ ഇനി മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമം അത് പുനർനിർമ്മിക്കാൻ സാധ്യമല്ല ഇനിയിപ്പോൾ, അല്ലേ? മുണ്ടക്കൈ ആ പേര് പോലും ഇല്ലാതായിരിക്കും. ഒരിക്കലും കഴിയില്ല. ചൂരൽമല എന്നല്ല മുണ്ടക്കൈ നിർമ്മിക്കാൻ കഴിയില്ല. അത് ഇനി എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും നിർമ്മിക്കാൻ കഴിയില്ല. അത്രയും ദയനീയമാണ്. ഇനി തിരിച്ചു വരില്ല. ഇത് ശരിക്കും ഒരു പാടാണ്. കാരണം സർക്കാർ ശരിക്കും മാധവഗാഡ്ഗിനെ അവഗണിച്ചതിലുള്ളൊരു പാടാണ്. ശരിക്കും അത് പഠിക്കാനുണ്ട്. വരൂ. ഞാൻ അവിടെ വരെ പോയി വരിക. അപ്പോൾ ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു ബോഡി കിട്ടി. ഇവിടെ ഒരു ലയം അങ്ങനെ ഒരു സംഗതി അവിടെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഉണ്ടെന്ന് പറയപ്പെടുന്നത് അവിടെ അങ്ങനെ ഇതേ മനസ്സിലാകുന്നില്ല. വളരെ ദയനീയ.
അല്ല, ഈ തേയിലത്തോട്ടം തൊഴിലാളികളായിട്ട് 400ഓളം ബംഗാളികളുണ്ട്. അവരെ കാണാനില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അവർ ഈ മേഖലയിലാണെന്ന് പറയുകയും ചെയ്യും. നമുക്കിവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ കുഞ്ഞു നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഈ പാടികളിൽ പണ്ടൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളൊന്നും കൂടുതലുണ്ടാവില്ല ലയത്തിൽ. ഇപ്പോഴത്തെ സംവിധാനം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഈ അവിടെ ഒരു 2-3 ലയങ്ങളിൽ ഒന്നുമില്ല. വളരെ കഷ്ടമാണ്, കണ്ടെടുക്കാൻ പറ്റില്ല. അത്ര തേനി. പിന്നെ ഇവിടെ തന്നെ ആയാലും ഇവിടെ ഒരു സ്കൂളിൽ എൻ്റെ മോൾ ഇവിടെ വന്നിട്ട് ഈ സ്കൂളിൽ ക്യാമ്പ് അവളെ MSW കഴിഞ്ഞ് പോയതാണ് ഇവിടെ ഈ സ്കൂളിൽ 3 വർഷം മുന്നേ. അപ്പോൾ അവളിത് കേട്ടോടനെ വിളിച്ച്. അപ്പോൾ അവൾ പറയുന്നത് പിന്നെ അച്ഛൻ നമ്മൾ പിന്നെ ഇവിടെ വന്ന് താമസിച്ചതും കുളിച്ചതും 4 ദിവസം ഉണ്ടായിരുന്നു ഇവിടെ. ആ സ്കൂളിൻ്റെ അഡ്രസ്സ് ഇല്ലാതായിപ്പോയതോ എന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ തന്നെ വിളിക്കുന്നു ചാനലിൽ കണ്ടിട്ട്. മനോഹരമായിട്ടുള്ളൊരു ഭൂപ്രദേശമായിരുന്നു അല്ലേ? നല്ല പ്രദേശം. പിന്നെന്ന് പറഞ്ഞാൽ തേയില ഇതുണ്ട്. പിന്നെ നമ്മളെ ഏലത്തോട്ടം, ഏലം നമ്മളെ ഭൂപ്രദേശം ഇതിനിപ്പോൾ പറയേണ്ട അവസരമല്ലല്ലോ. ഇന്നലെ തന്നെ കണ്ടില്ലേ മാതൃകാരനെ പറ്റി ഒന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചാ പറഞ്ഞത്. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞതല്ലേ. നമ്മളെ പ്രായത്തിലൊക്കെ നമുക്കറിയാം ഈ കോട പ്രദേശങ്ങളിൽ പിന്നെ ആവാസ കേന്ദ്രം അല്ലെന്നാണ് പറയുന്നത്. ജനങ്ങൾ ആവാസ കേന്ദ്രം അല്ലെന്ന്, അത് അതിനെ വിട്ടേക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് എത്രത്തോളം അറിയില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കണ്ടെത്താൻ അറിഞ്ഞൂടെ. ഇനിയിപ്പോൾ എത്ര വരാൻ കിടക്കുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് വരാൻ കിടക്കുന്നുണ്ട് വീണ്ടും. നമ്മളാൽ വരുത്തി തീർത്തത്, ജനങ്ങളാൽ വരുത്തി തീർത്തത്, ഒരു സംശയമില്ല. യെസ് ദേവിക, ഇത് ഇവർ പറയുന്നത് പോലെ മനുഷ്യർ വരുത്തി വെച്ച ഒരു ദുരന്തം തന്നെയാണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ മേഖലകളിൽ ജനവാസം പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ളവരെയൊക്കെ പുനരധിവസിപ്പിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ മാധവ് ഗാഡ്ഗിലിനെ അപഹസിക്കുക, ആക്ഷേപിക്കുക, ആ റിപ്പോർട്ടിന് എതിരെ പ്രതിഷേധം നടത്തുക, പ്രക്ഷോഭം നടത്തുക, അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനുഷ്യർ തന്നെയാണ് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഇത്തരം മേഖലകൾ അവരുടെ അധിവാസത്തിനായിട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക. അവർക്ക് ജീവിക്കാൻ നിരവധി സ്ഥലങ്ങളുണ്ട് ഈ ഭൂമിയിൽ. ഇത്തരം പ്രദേശങ്ങൾ എപ്പോഴും അപകടത്തിന് സാധ്യതയുള്ള മേഖലകളാണ്. ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ ഇരിക്കുന്നത് പോലെയാണ്. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 40 വർഷം മുമ്പ് ഇവിടെ ഇതുപോലുള്ളൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ സമീപത്തുള്ള പുത്തുമല, അത് 2019 അവിടെ ഉരുൾപൊട്ടൽ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സക്രിയമായ പ്രവർത്തനങ്ങളിലായിരിക്കണം ഭരണകൂടം ഏർപ്പെടേണ്ടത്. അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് ഇനിയും നമ്മൾ സാക്ഷിയാകും. ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ മത മേലധ്യക്ഷന്മാർ, VVIPകളെല്ലാം ഓടിയെത്തും. 1-2 ആഴ്ച ഇതിൻ്റെ ആഘാതത്തെക്കുറിച്ച് അവരെല്ലാം വിലപിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും മറക്കും. കാരണം സമീപത്തുള്ള പുത്തുമലയിൽ ഇപ്പോഴും നഷ്ടപരിഹാരം ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട്. നാളെ ഞങ്ങളുടെ ഒരു സംഘം പുത്തുമലയിലേക്ക് പോവുകയാണ്. അവിടെ നഷ്ടപരിഹാരം ലഭിക്കാത്തവർ ഉണ്ട്. മാത്രമല്ല, അന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രതിമാസ വാടക നൽകും എന്ന് പറഞ്ഞിട്ട് പോലും വാടക നൽകിയിട്ടില്ല, ധനസഹായം ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാവരും ഓടിയെത്തുന്നു, അവർ പ്രസംഗം നടത്തുന്നു, ചില പരാമർശങ്ങൾ നടത്തുന്നു, രാഷ്ട്രീയമായിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു. അത് കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു. ഇനി അടുത്ത ദുരന്തത്തിനായിട്ട് കാത്തിരിക്കണം. അതുകൊണ്ട് ഈ പാഠങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവണം മുന്നോട്ട് പോവേണ്ടത്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച പ്രവർത്തനം നടത്തണം. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സേവാഭാരതിയുടെ പ്രവർത്തകരടക്കം പറയുന്ന കാര്യം അതാണ്. കാരണം ഒരു നാട് നാമാവിശേഷമായിരിക്കുന്നു. ഇനി മുണ്ടക്കൈ എന്നൊരു ഗ്രാമം, അതിനെ വീണ്ടെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത് അവസാനിച്ചു. ഇപ്പോൾ ചൂരൽമലയിൽ പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്കൂള് തകർന്ന് കിടക്കുന്നു. ഇവിടെ ഞാൻ നിൽക്കുന്നത് നേരത്തെ ക്ഷേത്രം നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിലതൊക്കെ ഈ അങ്ങാടിയിലും ചില കടകളൊക്കെ ഉണ്ട് എന്നല്ലാതെ ചൂരൽമല ഇതൊക്കെ വീണ്ടെടുക്കുക, ഇതിൻ്റെയൊക്കെ ആ ഒരു ബ്യൂട്ടി, സൗന്ദര്യാത്മകത വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടാണ്.